കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യോഹന്നാന്റെ പിതാവായ സക്കറിയ പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ് പ്രവചിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു. തൻ്റെ ദാസനായ ദാവീദിന്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി. ആദ്യം മുതൽ തൻ്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അവിടുന്ന് അരുൾ ചെയ്തതുപോലെ ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനും നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കുവാനും നമ്മുടെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായാണ് ഇത്. നീയോ കുഞ്ഞെ, അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കുവാൻ അവിടുത്തെ മുമ്പേ നീ പോകും. അത് അവിടുത്തെ ജനനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കാനും നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങൾ നയിക്കാനും വേണ്ടിയാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈശോയുടെ തിരുപ്പിറവിക്കായിട്ട് നമ്മൾ ഒരുങ്ങുകയും അത് ഏറ്റവും അടുത്ത ദിവസത്തിൽ നമ്മളായിരിക്കുകയും ചെയ്യുന്ന സമയമാണിത്. വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്നാമത്തെ വായനയിൽ സാമുവേൽ പ്രവാചകൻ 2-ാം പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ദൈവം സാമുവേലിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എനിക്ക് വേണ്ടി ഒരു ആലയം പണിയാൻ നീ തയ്യാറാണ്? എനിക്ക് വേണ്ടി ഒരു ആലയം പണിയണം. ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ദൈവം മനുഷ്യരുടെ കൂടെ വസിക്കണമെന്നുള്ളൊരു കാര്യം. അതിനുവേണ്ടി എല്ലാവരും ആ ഒരു ആലയത്തിൽ വരാൻ, ദൈവത്തെ ആരാധിക്കാനും അവരുടെ ജനത്തിൻ്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ നമുക്ക് വചനത്തിൽ കാണാൻ പറ്റും. അപ്രകാരം ദാവീദിനോട് ദൈവം ചോദിക്കുമ്പോൾ അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അത്രമാത്രം ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രമായവനായിരുന്നു ദാവീദ് രാജാവ്. ദൈവം പറയുന്ന കാര്യമാണ്: നിൻ്റെ കൂടെ ഞാനുണ്ടായിരുന്നു, നിൻ്റെ യുദ്ധങ്ങളിലൊക്കെ നിൻ്റെ കൂടെ ഞാൻ നടന്ന് നിനക്ക് വിജയം നൽകി. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവം ദാവീദിനോട് പറയുന്ന കാര്യം, എനിക്ക് വേണ്ടി നീ ഒരു ആലയം പണിയണം. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയത്ത് നമ്മളും ഒത്തിരിയേറെ ഒരുക്കങ്ങൾ നടത്താറുണ്ട്, പുൽക്കൂടുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ദൈവം വസിക്കുന്ന ആലയം നമ്മൾ നിർമ്മിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മുടെ ജീവിതങ്ങളെ അപ്രകാരമാക്കിയെടുക്കാൻ, ദൈവം വസിക്കുന്ന ആലയങ്ങളാക്കി മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ നടത്തുമ്പോൾ ഓരോ ദിവസവും ക്രിസ്മസിൻ്റെ ഒരു വലിയ അനുഭൂതി നമ്മളില്ലറേ. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം 67 മുതലുള്ള തിരുവചന ഭാഗത്ത് സക്കറിയ പ്രവാചകൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രവചിക്കുന്നത് കാണാൻ പറ്റും. എലിസബത്തും സക്കറിയായും അവരുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകിയ ഓരോ കാര്യങ്ങളും അവർ സ്വീകരിച്ചു. യോഹന്നാന് ദൈവിക വെളിപാടുണ്ടായി, പുത്രൻ ജനിക്കും, തൻ്റെ വാർദ്ധക്യത്തിലൊരു പുത്രൻ ജനിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വലിയ ദൈവിക സ്വരം വിശ്വസിക്കാനായിട്ട് ഇത്തിരി മടി കാണിച്ചത് കൊണ്ട് ഊമനായിട്ട് മാറി. എങ്കിലും ദൈവം അരുളി ചെയ്തതുപോലെ അവൻ്റെ പേര് യോഹന്നാൻ എന്നായിരിക്കണമെന്ന് എഴുത്ത് പലകയിൽ അവനത് എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ വായ് തുറന്നു എന്ന് വചനം പറയുന്നുണ്ട്. അതിനുശേഷം അവൻ്റെ അധരങ്ങൾ തുറന്നു കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കൃത്യമായിട്ട് വചനത്തിൽ കാണുക. ഇസ്രായേലിന് ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അതായത് ക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മളെ ആ സങ്കല്പങ്ങളെല്ലാം കൃത്യമായിട്ടും ഈ ഒരു പ്രവചനത്തെ കാണാൻ പറ്റും. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു. അതായത് ദൈവം ഒരിക്കലും മനുഷ്യവംശത്തെ ഉപേക്ഷിക്കുന്നില്ല. ദൈവം കൂടെ വസിക്കുന്നതിന് വേണ്ടിയാണ്. തൻ്റെ ജനം ഒരിക്കലും നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു ദൈവം. വീണ്ടും നമ്മൾ കാണുന്നത്
ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി ആദ്യം മുതൽ തൻ്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അവിടെ അരുളി ചെയ്തതുപോലെ. അതിൻ്റെ അർത്ഥം പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ ക്രിസ്തു. ക്രിസ്തുവിനെ കുറിച്ചുള്ള ഓരോ ടൈറ്റിലുകളും കൃത്യമായും ഈ ഒരു പ്രവചനത്തെ കാണാൻ പറ്റും. പിന്നെ പാപവിമോചകൻ, ശത്രുക്കളുടെ കൈകളിൽ നമ്മളെ രക്ഷിക്കുന്ന വിമോചകനായ ക്രിസ്തുവിനെ കാണാൻ പറ്റും. വീണ്ടും നമുക്ക് കാണാൻ പറ്റുന്നത് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ, അബ്രാഹത്തോട് ചെയ്ത ആ വലിയ ഉടമ്പടി വിശ്വസ്തതാപൂർവ്വം പാലിക്കുന്നവൻ. അപ്രകാരം ക്രിസ്തുവിനെ കുറിച്ചുള്ള നിരവധിയായിട്ടുള്ള ടൈറ്റിലുകൾ സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണാൻ പറ്റും, പ്രവചനത്തിൽ കാണാൻ പറ്റും. ഇത് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും വേണ്ടിയാണ്. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ സ്നാപക യോഹന്നാനെ കുറിച്ചുള്ള ഒരു വലിയ പ്രവചനവും സക്കറിയ നടത്തുന്നുണ്ട്. അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുന്നത്. ചെറുപ്പമായിരുന്ന സമയത്ത് ഒരു കാര്യവും അറിയത്തില്ലെങ്കിലും ആത്മാവിനാൽ പൂരിതനായ സക്കറിയ പറയുന്ന കാര്യം, അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് നീ വിളിക്കപ്പെടും. പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. കാരണം അത്രമാത്രം ക്രിസ്തുവിന് വഴിയൊരുക്കുവാനായിട്ട് ഇറങ്ങി തിരിച്ചവനാണ്. അപ്പോൾ ആ ഒരു വലിയ ദൗത്യത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ അന്വേഷിക്കുന്നത്, നമ്മൾ എന്തിനു വേണ്ടിയാണ് ക്രിസ്തുവിനെ അന്വേഷിക്കുന്നത് എന്ന് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. ക്രിസ്തുമസിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന ഈ അവസരത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ആഴത്തിൽ ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. പഴയ നിയമത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണാൻ പറ്റും, അവിടുത്തെ ഇസ്രായേൽ ജനം മുഴുവനും ഒരുപോലെ പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യമാണ്, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, നീ വേഗം വരണമേ, നീ വേഗം വന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അതായിരുന്നു അവരുടെ പ്രാർത്ഥന. കാരണം പാപത്തിൻ്റെ ആ ഒരു വലിയ ബന്ധനത്തിലായിരുന്ന അവർക്ക് ഒരിക്കലും അവരുടെ കഴിവുകൾ കൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു. ദൈവവും തിരിച്ചറിഞ്ഞൊരു കാര്യം അത് തന്നെ. മനുഷ്യൻ എന്തുമാത്രം തലകുത്തിമറിഞ്ഞാലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. കാരണം അത്രമാത്രം പാപത്തിൻ്റെ ഒരു വലിയ ഒരു പ്രയാസം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതുകൊണ്ട് ഈ ഒരു കാര്യം കൃത്യമായിട്ടും ദൈവം മനസ്സിലാക്കി, തൻ്റെ ജനം ഒരിക്കലും നശിച്ചു പോകാൻ പാടില്ല. പാപത്തിലൂടെ പാപമോചനത്തിലൂടെ മനുഷ്യവംശത്തിന് രക്ഷ നൽകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായിട്ട് അവതരിക്കണം. ആ ഒരു വലിയ സന്ദേശം പങ്കുവയ്ക്കുന്ന വചനഭാഗം നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതായിട്ട് ദൈവം മനുഷ്യവംശത്തോട് കരുണ കാണിച്ചു. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ലഭ്യമായത് യേശുക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചത് ഈശോയോട് അത്രമാത്രം ഐക്യപ്പെട്ടിരിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, നീ പ്രാർത്ഥിച്ചതുകൊണ്ട് നിനക്ക് എന്ത് കിട്ടി? അല്ലെ നീ പള്ളിയിൽ പോയത് കൊണ്ടോ പരിശുദ്ധ കുർബാനയിൽ നീ പങ്കെടുത്തത് കൊണ്ടോ നിനക്ക് എന്ത് കിട്ടി എന്നൊരാൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കൊന്നും കിട്ടിയില്ല, എൻ്റെ കയ്യിലൊന്നും കിട്ടിയില്ല, എനിക്ക് സമയം നഷ്ടം മാത്രമാണ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് പറയാൻ പറ്റണം, എനിക്ക് ഈശോയെ കിട്ടി, എനിക്ക് ഈശോയെ കിട്ടി, എനിക്ക് സ്വർഗം കിട്ടി. അപ്രകാരം ആ ഒരു വലിയ ബോധ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും വളരണമെന്നുള്ള കാര്യം നമ്മൾ വചനത്തിലൂടെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുപ്പിറവിക്കായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, കർത്താവേ നിന്നെ സ്വന്തമാക്കുന്നവരായി ഞങ്ങളുടെ ജീവിതങ്ങൾ മാറുവാൻ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.